നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയൽക്കാരെല്ലാം അറിയും എന്റെ മാനം പോകുന്ന കാര്യ. നാളെ രാവിലെ വരെയല്ലേ ഞാൻ അല്പം സമയം ചോദിക്കുന്നുള്ളൂ. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. മാറി നിൽക്ക് തിരുമേനി. കുഞ്ഞുമോനും പിള്ളേരും തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു അവസാനമില്ല. അതെ മുത്തശ്ശി, ഞാൻ നിങ്ങളോട് പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞത് രാധികമായിട്ടാ. പക്ഷേ നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചു. പ്രിയങ്കയുടെ മുഖം കണ്ട നിമിഷം മുതൽ ഞാൻ ആവർത്തിച്ച് നിങ്ങളോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കരുതി ഞാൻ എന്തോ മണ്ടത്തരം വിളിച്ച് പറയുകയാണെന്ന്. രാധികയുടെ കാര്യത്തിൽ നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, വധുവിന്റെ വേഷത്തില് ഞാൻ രാധികയെ കണ്ടതാ, അവളുടെ ഫോട്ടോസും എടുത്തതാ. പക്ഷേ കതിർ മണ്ഡപത്തിലേക്ക് കയറി വന്നതും എന്റെ കൈ പിടിച്ചതും പ്രിയങ്ക. എന്നെ ചതിച്ചതാണ്. ഒരുപക്ഷെ പ്രിയങ്ക തനിച്ച്, അല്ലെങ്കിൽ അവളും അവളുടെ വീട്ടുകാരും ഒന്നിച്ച്. മോനെ, പ്രിയങ്ക പറഞ്ഞാണ് സത്യം. അവൾ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണ്. അതവൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള കൂലി പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. അല്ലാതെ കണിമംഗലത്തുകാരോട് സ്നേഹമോ ബഹുമാനമോ അതൊന്നും അവക്കില്ല. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാനതെങ്ങനെ വിളിച്ചു പറയും? ഒരു കുടുംബം അല്ലല്ലോ, 2 കുടുംബത്തെക്കുറിച്ച് ഓർക്കണ്ടേ? രാധയെക്കുറിച്ച് ഓർക്കണ്ടേ? അപ്പൊ പിന്നെ അമേരിക്കയിലേക്കുള്ള പോക്ക് എന്റെ ഒളിച്ചോട്ടമായിരുന്നു മുത്തശ്ശി. എല്ലാം അവസാനിപ്പിച്ചിട്ടുള്ള ഒരു ഒളിച്ചോട്ടം. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു ഒളിച്ചോട്ടം. എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതായി ഈ മണ്ണില് എനിക്കിനി നിൽക്കണ്ട. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഈ നാട്ടിൽ എന്തിനാ? ഇപ്പൊ ഈ യാത്ര മുടങ്ങിയാലും ഞാൻ പോവും. പിന്നെ ആരും എന്നെ കാണില്ല. നീ പോകുന്നില്ല. ഇത്രയും ദിവസത്തിനിടയില് എപ്പോഴെങ്കിലും നിനക്ക് ഇതെന്നോട് വ്യക്തമായിട്ടൊന്ന് പറയാമായിരുന്നില്ലേ? എന്തിന്? എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായ മുത്തശ്ശി. ഞാൻ മുഖം വീർപ്പിച്ചാലും കരഞ്ഞാലും ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തെന്നായിരുന്നു എല്ലാവരുടെയും വ്യാഖ്യാനം. എനിക്ക് മടുത്തു മുത്തശ്ശി, ശരിക്കും മടുത്തു. നീ നിരാശപ്പെടണ്ട. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാ. പക്ഷേ നിന്റെ ജീവിതം നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. ഇക്കാര്യത്തില് എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയെങ്കിലും നീ കാണിക്കണം. മനസ്സിലായോ? ദീപം ദീപം ദീപം. അയാള് വന്നിട്ടുണ്ട്. ആര്? കുഞ്ഞുമോൻ. എന്താ കുഞ്ഞുമോനെ പുറത്തു തന്നെ നിൽക്കുന്നു? അകത്തേക്ക് വരിക. മോളോട് ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാൻ മോള് വിട്ടുപോയതാണോ അതോ തിരുമേനി കേട്ടില്ലെന്ന് നടിച്ചതാണോ? മോൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു.
പലിശ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങ് എത്തിച്ചോളാം. പണം റെഡിയായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു വിട്ടത്. ആണോ മോളെ? കുഞ്ഞുമോൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇനി ഒരു വീഴ്ചയും വരാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ട തിരുമേനി, തിരുമേനിക്ക് വരുത്താനുള്ള വീഴ്ച തിരുമേനി വരുത്തി. ഇനി വീഴ്ച വരുത്താതെ നോക്കേണ്ടതേ ഞാനാ. തിരുമേനി ഒരു കാര്യം ചെയ്യേ, സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. എന്നിട്ട് വീട് പൂട്ടി താക്കോലിങ് തന്നേക്കേ. കുഞ്ഞുമോനെ എങ്ങനെയൊക്കെ പറഞ്ഞ അതെന്ത് ഇടപാടാ? കാശിന്റെ കാര്യമാകുമ്പോ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിയെന്നൊക്കെ ഇരിക്കും. സന്ധ്യാനേരത്ത് കേറി വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. എനിക്കങ്ങനെ വിശേഷിച്ച് നേരവും കാലവും ഒന്നുമില്ല. എന്റെ കണക്കിന് കാശ് തരുന്നവര് എന്റെ മിത്രം, കാശ് തരാത്തവര് ശത്രു. എന്താ കുഞ്ഞുമോനെ? തിരുമേനി നിങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നുമില്ലെങ്കിലും കുറച്ച് ദിവസത്തെ അവധിയെങ്കിലും. ദേ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാ എന്റെ പിള്ളേരിങ്ങി വരും. അവർക്കാണെങ്കിലേ ഈ പരാതി പറച്ചിലും കരച്ചിലും ഒന്നും ഒരു പ്രശ്നവുമല്ല. എന്നാ പിന്നെ താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ദേവാ, നീ പോയി പോലീസിനെ വിളിക്ക്. അമ്മയൊന്നും മിണ്ടാതിരിക്കും. തിരുമേനിക്ക് അത്യാവശ്യമാണെങ്കിലേ അവരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചു വരുത്താം. അവരൊക്കെ നമ്മുടെ കമ്പനിക്കാരല്ലേ. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, വിളിച്ചു വരുത്തിയ ഞാൻ പറയുന്നതേ അവര് കേൾക്കൂ. കുഞ്ഞുമോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീടിനകത്ത് കയറിയ സകല സാധനങ്ങളും വലിച്ചു പുറത്തിടറോ. ആരെങ്കിലും തടയാൻ വന്നാൽ അവരെയും. ആ, അയ്യോ, ചെല്ല്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഏറ്റവും ചുരുങ്ങിയത് നാളെ രാവിലെ വരെയെങ്കിലും എനിക്ക് അല്പം സമയം താ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. പറഞ്ഞത് കേട്ടില്ലടാ, ചെല്ലങ്ങോട്ട്. ഞാൻ പറയുന്നത് എന്റെ വീട്ടിന്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ കേറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാല് ഞാൻ വിട്ടു. മാറുതല്ല അങ്ങോട്ട്. അയ്യോ, എടുക്കരുതെന്ന്. വലിച്ച് താഴെ ഇടണോ എല്ലാം. കുഞ്ഞുമോനെ, ഇതിപ്പോ അയൽക്കാരെല്ലാം അറിയും. എന്റെ മാനം പോകുന്ന കാര്യ. നാളെ രാവിലെ വരെയല്ലേ ഞാൻ അല്പം സമയം ചോദിക്കുന്നുള്ളൂ. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. മാറി നിൽക്കും തിരുമേനി. കുഞ്ഞുമോനും പിള്ളേരും തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു അവസാനമില്ല. പിന്നെ കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണേലേ തിരുമേനി എല്ലാവരെയും കൂട്ടി അയൽവക്കത്തെങ്ങാനും പോയിരുന്നോ. എന്നിട്ട് എല്ലാം കഴിയുമ്പോ ഞാൻ പറയാം, എടുക്കാനുള്ളത് എടുക്കുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.